എന്റെ പെണ്ണുമ്പിള്ളയുടെ പിള്ളേരും കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ട് അങ്ങനെ സുഖിച്ച് നടക്കാന്ന് വിചാരിക്കണ്ടേ? മനസ്സിലായില്ല? എന്നെ പള്ളിയിലെ ബിസിനസ് ചെയ്ത് പറഞ്ഞു വിട്ട് വണ്ടി ഷെഡി കയറ്റി ഞാൻ വീട്ടിൽ പോയി ചൊറി കുത്തിയിരുന്നോളാൻ. ആ കിഴവൻ കത്തനാരും നിന്റെ ആ പഞ്ചാര അച്ഛനും കൂടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാടി. നീയാണ് തുലച്ചത്. എന്റെ കച്ചവടം തുലച്ചത് നീ ഒരൊറ്റൊരുത്തിയാണ്. വഴി കിടന്ന് ഒച്ച വയ്ക്കരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ തമ്മിലായിക്കണോ? അത് തന്നെ ചെയ്യാൻ പോണത്. നിന്റെ മറ്റവരോടെ ഒന്ന് പറഞ്ഞേക്ക്, കേശവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നതെന്ന്. തൊലി വെളുപ്പും കൊണ്ടേ അച്ഛന്മാരുടെ അടുത്ത് കളിക്കുന്ന പോലെ എല്ലാരും മയക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളുടെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം. കണക്കൊക്കെ ഞാൻ പിന്നെ തീർത്തോളാം. ഒരരയും 2 സോഡായും എളുപ്പം ഇങ്ങട്. ഗ്ലാസ്. എന്താണടേ നിനക്കൊരു മരണവെപ്രാളോ? ഒഴിക്കട്ടെ. എന്താ നിനക്ക് ഇത്ര ആക്രാന്തം? നിന്നൊരിപ്പിൽ ഇയാൾ അടിക്കാറില്ലല്ലോ. ഓ, ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. മുതുവാതിരിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ? ഇരുട്ടുവാക്കിനെങ്ങനെ ആ കേശവന്റെ കൈ ചെന്ന് പെടണ്ട. ഒരു കാലും കൂടി അടിച്ച് വേഗം പൊയ്ക്കോ. പോടാ. ഇനി അവൻ എന്റെ മുമ്പിൽ വരണമെങ്കിൽ 7 ജന്മം ജനിക്കണം. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് വേണ്ടായിരുന്നു. സൂത്രത്തിൽ 2 പൊട്ടിക്കാനുള്ളതിന് പകരം ഇനി അവൻ വെറുതെ ഇരിക്കോ? അല്ല, മൂർഖമ്പാമ്പിനെ നോവിച്ചാ പേടിക്കണം. ഇവൻ വെറും നീർക്കോലി. പോകാൻ പറയാ. അത്താഴം മുടക്കാൻ ഇവ മതി. 2 കാലട്, ഒരു സോഡയും. ചേച്ചി എന്നാ പണിയാ കാണിച്ചേ? എനിക്ക് പഠിക്കണ്ടേ? നിന്നോട് ആരാ ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞേ? എനിക്ക് തേക്കണ്ടേ? മതി എന്റെ മോളെ. നീ ഇപ്പം വടി പോലെ തേച്ചു വെച്ചാലും 5 മിനിറ്റ് ചാച്ചൻ ജീപ്പ് ഓടിച്ചു കഴിയുമ്പം പഴം തുണി പോലെ ആവും. നിനക്ക് അങ്ങോട്ട് പറയാൻ മേലേ? എന്നാടി? അവനും വരണമെന്ന് ചാച്ചന്റെ കൂടെ. അയ്യോ, വയനാട്ടിലോ? കൊള്ളാം. ഇന്നിപ്പം മുതലാളി കാണും, ചിലപ്പോ അങ്ങനെ അളിയൻ കാണും. പള്ളിക്കൂടം അടയ്ക്കുമ്പോ നമുക്കൊരു ടൂർ പോവാം കേട്ടോ. മാനന്തവാടി, തൃശ്ശിലേരി, സുൽത്താൻ ബത്തേരി, പക്ഷിപാതാളം. ചുമ്മാ പറയത്തേ ഉള്ളൂ. അല്ലടി കോതേ, ഉറപ്പാ. പക്ഷെ ഒരു കാര്യം, എല്ലാരും കൊണ്ട് നോക്കിയേ, പരീക്ഷയ്ക്ക് വയറു നിറച്ച് മാർഗം വാങ്ങിച്ചോണം. ഞാൻ അല്ലേലും ക്ലാസ്സിൽ ഫസ്റ്റാ. ഇവനാ പൊട്ട. അത് വേണ്ട, അവനെ തൊട്ടുള്ള കളി വേണ്ട കേട്ടോ മക്കളെ. യോ അനിയേ, ഒന്ന് പുറത്തോട്ട് വന്നേ, സമയമായി. അടയ്ക്കില്ലേ? ഇതും കൂടെ. എന്നാ അത്? കാച്ചി എണ്ണയാ. അതൊന്നും വേണ്ടെന്നേ. തട്ടി തൂവി ഷർട്ടും മുണ്ടും അപ്പടി ചീത്തയാവും. ഒന്നും പറ്റത്തില്ല. കണ്ണി കണ്ട എണ്ണയൊക്കെ തലേ തേച്ചിട്ടാ കഴിഞ്ഞ തവണ ഒരാഴ്ച പനി പിടിച്ച് കിടന്നത്. അച്ചോ. ജോണി, 2-3 ദിവസം ജോണി ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ഇപ്പൊ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മുമ്പത്തെ പോലെ അല്ല ജോണി. എനിക്ക് വല്ലാത്തൊരു പേടി. ആ കേശവന്റെ കാര്യം ഓർത്തിട്ടാ? അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടിച്ചില്ലേ. ഇനി അവൻ ഈ ഭാഗത്ത് കാലൂത്തിയല്ല. ഞാൻ ദൂരയാത്ര പോവാന്ന് ആരോടും പറയണ്ട. പിള്ളാരോടും പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങളാരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം കുടിക്കരുത്. അയ്യോ, കുടിക്കാനോ? മുതലാളി കൂടെയുള്ളപ്പോഴോ? നല്ല കൂത്തായി. 10 കിലോമീറ്റർ ദൂരെ ഉണ്ടെങ്കിൽ മുതലാളി മണം പിടിക്കും. നിന്റെ മൂക്കൊക്കെ എന്തോന്ന് മൂക്ക്. ഇല്ല മോളെ, ഞാൻ സൂക്ഷിച്ചോളാം. ജീരവെള്ളം മക്കളെ. കോതേ, മക്കളെ. ചാച്ചന് ടാറ്റ പറ.
കൂടെ വാ. പതുക്കെ പോ ചേട്ടാ. രാജേനൻ തോപ്പിക്കുന്നു നോക്കോ. കൂടെ വാ. വേഗം വാ. വാടാ. ഇനി മക്കളെ തിരിച്ചു വയ്ക്കോ കേട്ടോ. ആ എന്നാ പിന്നെ ഞങ്ങളിനി പോയിട്ട് പണിയുള്ളതാ. വൈകുന്നേരം വരാം. സെമിനാറിൽ അറിയിക്കാൻ ആള് പോയിട്ടുണ്ട്. ആ പോകാം. കുട്ടിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ വേറെ? ഇല്ല. കുറച്ച് ബ്ലഡ് വേണ്ടി വരും. എന്റെ മതിയാവില്ലേ? എ പോസിറ്റീവ് ആണോ? നോക്കിയിട്ടില്ല. വരൂ. മോനെങ്ങനെ? പുറമെ ഫ്രാക്ചർ ഒന്നും ഇല്ല. തലയ്ക്കുള്ളിൽ വല്ല ഇഞ്ചുറി ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, എ പോസിറ്റീവ് ആണ്. കുറച്ചുകൂടി ബ്ലഡ് എടുക്കണം. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനാ. തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞിട്ട് മതി. ശരി. ആരാണ് ഈ ആനി? കുട്ടിയുടെ അമ്മയാണ്. ആ, ഏതായാലും എമർജൻസി അല്ലല്ലോ. ബ്ലഡ് പുറമേ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറയും. ശരി. സിസ്റ്റർ, കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. വേണമെങ്കിൽ ചീഫ് ടെക്നീഷ്യനെ വിളിച്ചോളൂ. യെസ്. മോനെ, നല്ല വേദനയുണ്ടോ? ഒന്നുമില്ല മോനെ. ഇങ്ങനെ ബഹളം വെക്കാതെ ഒന്ന് പറയൂ ഫാദർ. ആ ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടോ ചിരിച്ചോണ്ടല്ലേ കിടക്കുന്നത്. ലേശം പനിയുണ്ട്, അത്രേ ഉള്ളൂ. പനി ഇത് കുറച്ച് പാലാണ്, നല്ലോണം ആറ്റിയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. കരയാൻ പാടില്ല. മോനു കരല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരിക്കൂ. കാലത്ത് ആ ആക്സിഡന്റ് പറ്റിയ കുട്ടി ടോണി, കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും? കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. ഹീൽ ബി ഓൾ റൈറ്റ്. താങ്ക് ഗോഡ്. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അതാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. സിസ്റ്റർ, കുട്ടിയുടെ അമ്മയില്ലേ ആനി, ഒന്ന് വരാൻ പറയൂ. ശരി ഡോക്ടർ. ഈ ഫാമിലിയെ ഫാദറിന് എങ്ങനെ അറിയാം? ഞങ്ങളുടെ ഓർഫനയിലായിരുന്നു രണ്ടുപേരും, ആനിയും ജോണിയും. ലവ് മാരേജാ. ആനിക്ക് സെമിനാരിയിലെ കുട്ടികളെ വയലിൻ പഠിപ്പിക്കുന്ന ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജോണി മലനാട് പ്ലാന്റേഷൻസിൽ ഡ്രൈവറാ. ആ, വരൂ. കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തലവേദന, പനി ഒക്കെ വരാറുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഈ ആക്സിഡന്റിന് ശേഷം. നോ, ഐ എം ആസ്കിംഗ് അബൌട്ട് യു. എനിക്കോ? മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക, അങ്ങനെ എന്തെങ്കിലും? ഓ, 2-3 തവണ എങ്ങനെ ഉണ്ടായി. ഡിസ്പെൻസറിയിൽ നിന്ന് പറഞ്ഞത് സൈനസൈറ്റിസിന്റെ ആണെന്നാ. ഒരു തരം വല്ലാത്ത തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല, ഇങ്ങനെ അകത്ത് വന്ന്
സ്ക്വീസ് ചെയ്യുന്ന മാതിരി? ഇടയ്ക്കിടയ്ക്ക് വരും. ഈ ചെന്നിക്കുത്ത് പോലെ. എന്തെങ്കിലും മരുന്ന് കഴിക്കും, അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്താ ഡോക്ടറെ? ഒന്നുമില്ല. മിസ്സിസ് ആനി ഒരു 5 മിനിറ്റ് പുറത്തിരിക്കുമോ? അല്ല, എനിക്ക് മനസ്സിലായില്ല. കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത്, അതിന് അമ്മയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? അതല്ല ഫാദർ, കുട്ടിക്ക് വേണ്ടിയാണ് അവരുടെ ബ്ലഡ് എടുത്തത്. ആദ്യം ഒരു സംശയം തോന്നി, അത് റീകൺഫേം ചെയ്തു. ഐ വാസ് ഗോയിങ് ത്രൂ ദി ലാബ് റിപ്പോർട്ട്സ്. ഫാദർ, ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ ഫാദർ? ജോണി എന്ന് വരും. 2 ദിവസം കഴിയും. എന്താ? എന്താ അച്ചോ? എന്നീന്ന് എന്താ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ മോന് വല്ല കുഴപ്പമുണ്ടോ? ഏയ്, he is all right. പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത്? ആനി ഏതായാലും കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഞാനോ? എന്തിന്? എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഈ ഡോക്ടർമാര് പറയുന്നത് അങ്ങനെ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അഡ്വൈസ് ചോദിക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എന്നോട് തുറന്നു പറയണം. ഈ പ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചവളാ ഞാൻ. എന്തും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. എന്താച്ചോ? ഡോക്ടർ പറയുന്നത് ടെസ്റ്റ് ചെയ്തപ്പോ ആനിയുടെ ബ്ലഡിൽ ഈ വൈറ്റ് കോർപ്പസൽസിന്റെ കൗണ്ട് വളരെ കൂടുതലാണെന്നാണ്. അതിന് മരുന്ന് കഴിച്ചാൽ മാറില്ലേ? മരുന്ന് കഴിച്ചാൽ കുറച്ച് പഴകിപ്പോയത് കൊണ്ട് ചീത്തയാകുന്ന ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ്, ഈ ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന അതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്റെ കർത്താവേ, ആനി തളർന്നു പോകരുത്. മനസ്സിന്റെ ശക്തി ചോർന്നു പോകാൻ സമ്മതിക്കരുത്. ആയുസ് നീട്ടിക്കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.